ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. സോ നിങ്ങളുടെ സ്വന്തം ഫുവാദ് സാറാണ്. സോ നമുക്കറിയാം, നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ടോട്ടലി 4 കോമ്പോണൻസ് ആക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻപുട്ട് യൂണിറ്റ് ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്, ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഈ 4 യൂണിറ്റ് ആയിട്ടാണ് നമ്മുടെ എൻറ്റയർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റത്തിൻ്റെ അഥവാ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക് ഇൻപുട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡ്, മൗസ്, സ്കാനർ, ക്യാമറ പോലുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് അല്ലേ. സോ നമുക്കറിയാം CPU ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മെയിൻ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അഥവാ കംപ്ലീറ്റ് കൺട്രോളിങ്ങും അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡാറ്റ അനാലിസിസും പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത് ഈ ഒരു CPUവിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. എന്നാൽ ഈ എൻറ്റയർ CPUവിനെ നമ്മൾ 3 സെക്ഷൻസ് ആക്കി ഡിവൈഡ് ചെയ്തു. ALU, CU ആൻഡ് രജിസ്റ്റേഴ്സ് എന്ന് പറയും. അതിൽ ഏറ്റവും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ALU, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയും. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ കാൽക്കുലേഷൻസും കൺട്രോൾ ചെയ്യുന്നതും അതിനെ പ്രോസസ്സ് ചെയ്യുന്നതും ALU എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് CU, കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് ആണ് എല്ലാ കോമ്പോണൻസിനെയും കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ വർക്കിങ്ങിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും. ആൻഡ് ഫൈനലി നമ്മുടെ തേർഡ് വൺ എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആണ്. സോ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ടെമ്പററി സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മുടെ ഡാറ്റകളെ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഏത് എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ CPUവിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ തേർഡ് വൺ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. നമുക്കറിയാം, പ്രോസസ്സ് ചെയ്ത ഡാറ്റകളെ നമുക്ക് ഔട്ട്പുട്ട് വിൻഡോയിലേക്ക് കൊണ്ടുവരും. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ലൈക്ക് മോണിറ്റർ, പ്രൊജക്ടർ, സ്പീക്കർ, ഇതുപോലുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കോമ്പോണൻസിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റ് ആണ്. നമുക്കറിയാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നൊരു യൂണിറ്റ് തന്നെയാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ സ്റ്റോറേജ് യൂണിറ്റിനെ 2 സെക്ഷൻസ് ആക്കി നമ്മൾ ഡിവൈഡ് ചെയ്തു. ഒന്ന് പ്രൈമറി സ്റ്റോറേജും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജുമാണ്. അതിൽ പ്രൈമറി സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മുടെ ഡിവൈസുകളുടെ മെയിൻ മെമ്മറി അഥവാ പ്രൈമറി മെമ്മറി, ഏറ്റവും ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഇൻറ്റേർണലി വരുന്ന മെമ്മറീസ്, അതിനെയാണ് നമ്മൾ പ്രൈമറി മെമ്മറി എന്ന് വിളിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറി അഥവാ ഒരു ഓക്സിലറി അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സപ്പോർട്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി, അതാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ കോമ്പോണൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള 4 ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ ഇതേപോലുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.